ഇന്ത്യൻ പ്രദേശത്ത് 24 മണിക്കൂറും ചാരവൃത്തി നടത്തുന്ന പാകിസ്ഥാന്റെ പുതിയ ഉപഗ്രഹ സമൂഹമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിട്ട് ഒരു വർഷത്തിലേറെയായി. എന്നാൽ തോക്കുകൾ നിശബ്ദമായപ്പോഴും ഇന്ത്യയുടെ അയൽക്കാരൻ കത്തികൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 16 മാസമായി ഇന്ത്യൻ പ്രദേശം തുടർച്ചയായി നിരീക്ഷിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ചാര ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടം പാകിസ്ഥാൻ ശേഖരിച്ചു വരികയാണ്. 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെ പാകിസ്ഥാൻ 6 ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. അവയെല്ലാം സൂര്യ സിൻക്രണസ് ഭ്രമണപഥങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവ നിരീക്ഷണത്തിന് അനുയോജ്യമാക്കുകയാണ്. മൊത്തത്തിൽ ഈ ഉപഗ്രഹങ്ങൾ കുറഞ്ഞത് 2 ദിവസത്തിലൊരിക്കൽ ഇന്ത്യൻ പ്രദേശം മാപ്പ് ചെയ്യുന്നു. അപ്പോളോ മാപ്പിംഗും സ്കൈഫയും ഉപയോഗിച്ച് ഈ ഉപഗ്രഹങ്ങൾ ശ്രദ്ധാപൂർവം സ്ഥാപിച്ചിരിക്കുന്നതായി കണ്ടെത്തി. പാകിസ്ഥാന് ഇന്ത്യൻ പ്രദേശത്തിന്റെ തുടർച്ചയായ ചിത്രങ്ങൾ നൽകുന്നതിന് അഫ്ഗാനിസ്ഥാൻ, ചൈന, ഇറാൻ, വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുൾപ്പെടെ തന്ത്രപ്രധാനമായ മറ്റ് പ്രദേശങ്ങളും ഈ ഉപഗ്രഹങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അതിർത്തികൾക്കപ്പുറമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനൊപ്പം നാവിക കപ്പലുകൾ, ഇന്ത്യയിലേക്കുള്ള വാണിജ്യ കപ്പലുകൾ തുടങ്ങിയ നിർണായക ആസ്തികളുടെ നീക്കവും നിരീക്ഷിക്കുക എന്നതായിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ കരനിരീക്ഷണം മാത്രമല്ല അവരുടെ ആയുധം. ഈ ഉപഗ്രഹങ്ങൾക്ക് സൈനിക നീക്കങ്ങൾ തത്സമയം ട്രാക്ക് ചെയ്യാനും ശ്രദ്ധേയമായ വ്യക്തതയോടെ മറഞ്ഞിരിക്കുന്ന വസ്തുക്കളിലേക്ക് നുഴഞ്ഞുകയറാനും കഴിയും. ഈ ഉപഗ്രഹങ്ങളെല്ലാം 16 മിനിറ്റിനുള്ളിൽ വിക്ഷേപിക്കപ്പെട്ടു. ചൈനയുടെ സാങ്കേതിക വിക്ഷേപണ പിന്തുണയോടെ പാകിസ്ഥാൻ ബഹിരാകാശ പദ്ധതിയുടെ പെട്ടെന്നുള്ള പുനരുജ്ജീവനവും ഈ ഉപഗ്രഹ വിന്യാസങ്ങൾക്കായി ഭ്രമണപഥം തിരഞ്ഞെടുത്തതും ഒരു നിഷ്കളങ്കമായ യാദൃശ്ചികതയായിരിക്കില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇന്ത്യയുടെ തുടർച്ചയായ വിക്ഷേപണ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് കൂടുതൽ ആശങ്കാജനകമായ ഒരു പ്രവണതയെ സൂചിപ്പിക്കുന്നു. അവയിൽ 3 തന്ത്രപരമായ ഉപഗ്രഹങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു. സൈനിക പ്രയോഗങ്ങൾ മാത്രമുള്ള സിവിലിയൻ ഉപഗ്രഹങ്ങളുടെ ഈ കൂട്ടത്തിന്റെ ആവിർഭാവം യാദൃശ്ചികമല്ലെന്ന് ഇന്ത്യൻ നാവികസേനയുടെ മുൻ ഫ്ലാഗ് ഓഫീസറായ സുധീർ പിള്ള പറഞ്ഞു. ജനുവരി 2025 ഏപ്രിൽ 2026 ഇടയിൽ സുപ്പർകോ ഏകദേശം 1/2 ഡസൻ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ആ വേഗത ഒരു ഘടനാപരമായ തുടർച്ചയെ പ്രതിനിധീകരിക്കുന്നു, ഒരു വർദ്ധിച്ചു വരുന്ന പ്രോഗ്രാം അപ്ഡേറ്റ് അല്ല, പിള്ള ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞു. ഉപഗ്രഹങ്ങളുടെ പരിക്രമണ ഘടന, സെൻസർ പൂരകം, എല്ലാറ്റിനുമുപരി അതിന്റെ സ്ഥാപനപരമായ ഉത്ഭവം എന്നിവ വ്യത്യസ്തവും കൂടുതൽ അനന്തരഫലങ്ങൾ നിറഞ്ഞതുമായ ഒരു കഥ പറയുന്നുവെന്ന് പോസ്റ്റ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ജനുവരി 14 പാകിസ്ഥാൻ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് ആൻഡ് അപ്പർ അറ്റ്മോസ്ഫിയർ റിസർച്ച് കമ്മീഷൻ SpaceXന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ PAUSAT-1 ഒരു ഭൗമ നിരീക്ഷണ 16U ക്യൂബ്സാറ്റ് വിക്ഷേപിച്ചു. ഏകദേശം 513 കിലോമീറ്റർ ഉയരത്തിലും 97.4 ഡിഗ്രി ചെരിവിലും സൂര്യ സിൻക്രണസ് ലോ എർത്ത് ഓർബിറ്റിൽ ഉപഗ്രഹം സ്ഥാപിച്ചു. വെറും 3 ദിവസങ്ങൾക്ക് ശേഷം രാജ്യം മറ്റൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ പാകിസ്ഥാൻ റിമോട്ട് സെൻസറിംഗ് സാറ്റലൈറ്റ് എർത്ത് ഒബ്സർവേഷൻ 1 വിക്ഷേപിച്ചു. ചൈനയുടെ ലോങ് മാർച്ച് 2D റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇത് വിക്ഷേപിച്ചത്. പഹൽഗാം ആക്രമണത്തിന് 3 മാസം മുൻപും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് 3 മാസം മുൻപുമായിരുന്നു 2 ദൗത്യങ്ങളും നടന്നത്. ബഹിരാകാശ ശേഷികളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെ ഒരു യുഗമാണിതെന്നും ഭ്രമണപഥത്തിൽ ഒരു നിരീക്ഷണ പിന്തുണാ സംവിധാനം നിർമ്മിക്കുന്നതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്നും ഇത് പ്രിന്റിനോട് സംസാരിച്ച ISRO ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എന്നിരുന്നാലും ഒരു യുദ്ധ സാഹചര്യത്തിൽ മേൽക്കൈ നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയൽക്കാരുമായി വേഗതയിൽ മുന്നേറേണ്ടതുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ഒരു സംഘർഷ സാഹചര്യത്തിൽ വിവരങ്ങളാണ് എല്ലാം. ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് നമ്മൾ അത് കണ്ടു. US ഇറാൻ യുദ്ധത്തിലും നമ്മൾ അത് കാണുന്നു. നിരീക്ഷണത്തെ നേരിടാനുള്ള ഏക മാർഗം നിരീക്ഷണമാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.